നമസ്കാരം, വെൽക്കം ടു ആപ്പിൾ സ്റ്റോറിറ്റെല്ലർ. ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു ടിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അത് പറയാനായിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. ഇത് ഒരു ചോദ്യം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഇത് ഏത് ലെറ്റർ ആണ്? സി അല്ലേ? ഗുഡ്. ഇത് എ ആൻഡ് ഇത് ടി. അപ്പൊ നമ്മൾ ഇനി ഈ സിയും ഈ എയും ടിയും ഒന്ന് ഒരുമിച്ച് വെക്കാൻ പോവാണ്. അപ്പൊ ഇത് ഏത് വാക്കാണ്? ഇതൊക്കെ ഒരു ചോദ്യം എന്നല്ലേ നിങ്ങളിപ്പോ ചിന്തിക്കുന്നത്? അല്ല, എന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നതെന്നല്ലേ ചിന്തിക്കുന്നത്? ഇത് ആർക്കാണ് അറിയാൻ വയ്യാത്തത് അല്ലേ? CAT, ക്യാറ്റ്. അപ്പൊ എനിക്കൊരു ഉത്തരം തരണം. CAT എങ്ങനെയാണ് ക്യാറ്റ് ആവുന്നത്? CAT സാറ്റ് അല്ലേ? CAR സാർ അല്ലേ? ഇത് എങ്ങനെയാണ് ക്യാറ്റും അല്ലെങ്കിൽ കാറുമായി മാറുന്നേ? ഓക്കെ, ഈ ഒരു ചോദ്യം പല സ്ഥലങ്ങളിലും നമ്മൾ തമാശയ്ക്ക് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലേ? നമ്മുടെ ഒരു വിദ്യാഭ്യാസ രീതിയിൽ നമ്മൾ കുട്ടികളെ സി എന്ന് പഠിപ്പിച്ചിട്ട് CAT ക്യാറ്റ് എന്നാണ് പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ CAR അത് കാർ എന്നാണ് പഠിപ്പിക്കുന്നത്. പലപ്പോഴും സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യം കറക്റ്റ് ആണ്, പക്ഷെ ആ രീതിയിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ആൽഫബറ്റ്സില് ABCDEFGH എന്നൊക്കെ നമ്മൾ പറയുന്നത് ആ അക്ഷരങ്ങളുടെ പേരുകളാണ്. ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം അക്ഷരങ്ങൾക്ക് പേരുമുണ്ട്, ഓരോ അക്ഷരത്തിനും ശബ്ദവുമുണ്ട്. എന്നാൽ കാലാകാലങ്ങളായിട്ട് നമ്മുടെ നാട്ടില് ഇത് പഠിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത്, നമ്മൾ കുട്ടികളെ അവര് ഈ കിൻഡർ ഗാർഡനിലോ അല്ലെങ്കിൽ പ്രീ സ്കൂളിലോ ഒക്കെ പോകുന്ന സമയത്ത് ABCD പഠിപ്പിക്കും. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? APPLE ആപ്പിൾ, CAT ക്യാറ്റ്, BALL ബോൾ, ഇങ്ങനെയുള്ള വാക്കുകൾ കുട്ടികളെ പഠിപ്പിക്കും. അപ്പൊ കുട്ടികൾ ഇത് അവരുടെ മെമ്മറിയിൽ, അവരുടെ വിഷ്വൽ മെമ്മറിയിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നീട് ഈ വാക്ക് കാണുന്ന സമയത്ത് അവർ അതുപോലെ അങ്ങ് പറയുന്നു എന്നുള്ളതാണ്. ഇത് ഇഫക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ, ഇത്രയും കാലം ഈ മെത്തേഡ് പഠിച്ചാണ് നമ്മളൊക്കെ ക്യാറ്റ് കാണുമ്പോൾ ക്യാറ്റ് ആണെന്നും കാറ് കാണുമ്പോൾ കാറാണെന്നും ഒക്കെ വായിച്ച് മനസ്സിലാക്കിയത്. പക്ഷേ ഇതിനേക്കാളും ഇഫക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു മെത്തേഡ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിന് നമ്മൾ സാധാരണ പറയുന്ന ഈ ABCDEFG എന്നുള്ളത് അതിന്റെ പേരാണ്. ഓരോ ലെറ്ററിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെറ്റർ സൗണ്ട്സ് ഉണ്ട്. ഓരോ ലെറ്ററും ഓരോ ശബ്ദവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, A എന്ന് പറയുന്നത് ആ അക്ഷരത്തിന്റെ പേരും അതിന്റെ ശബ്ദം ആ എന്നാണ്. ആ എന്നുള്ളതാണ് ശബ്ദം. അതുപോലെ B എന്ന് പറയുന്ന അക്ഷരം, അതിന്റെ പേരാണ് ബി, അതിന്റെ ശബ്ദം ബ എന്നാണ്. C എന്ന അക്ഷരം, അതിന്റെ പേരാണ് സി, അതിന്റെ ശബ്ദമാണ് ഖ എന്നുള്ളതാണ്. ഇപ്പൊ മനസ്സിലായോ? സി എന്ന് പറയുന്ന ലെറ്ററിന്റെ ശബ്ദം ഖ ആയതുകൊണ്ടാണ് നമ്മൾ CAT എന്ന് എഴുതുമ്പോ സിയുടെ ശബ്ദമായ ഖ, എയുടെ ശബ്ദമായ ആ, ടിയുടെ ശബ്ദമായ ട്, ക്യാറ്റ് എന്ന് നമ്മൾ അതിനെ വായിക്കുന്നതും CARനെ കാർ എന്ന് നമ്മൾ വായിക്കുന്നതും. അപ്പൊ 26 അക്ഷരങ്ങൾക്കും ഇതുപോലെ ശബ്ദമുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങളെ വായിക്കാനായിട്ട് പഠിപ്പിക്കുമ്പോൾ ഈ അക്ഷരങ്ങളെ പരിചയപ്പെടുത്തി ഓരോ അക്ഷരവും കാണുമ്പോൾ അതിന്റെ പേര് പറയാൻ അവരെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും മിസ്സായി പോകുന്നൊരു കാര്യമാണ് ഇതിന്റെ ശബ്ദം നമ്മൾ ഇവരെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളത്. എന്നാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യവുമാണ് ഈ ശബ്ദം കൂടി പഠിപ്പിക്കുക എന്നുള്ളത്. പറ്റും. സോ ഇത് പഠിപ്പിക്കുവാണെങ്കിൽ ഇത് എല്ലാ കുഞ്ഞുങ്ങൾക്കും പ്രയോജനപ്പെടും. നമ്മൾ ആദ്യം പറഞ്ഞ രീതി, എന്തെങ്കിലും തരത്തിലുള്ള പഠന വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ ക്ലാസ്സിലുണ്ടെങ്കിൽ അവർക്കത് പ്രയോജനപ്പെടില്ല. കാരണം അവർക്ക് വർക്കിംഗ് മെമ്മറി ലോ ആണ്, അല്ലെങ്കിൽ വിഷ്വൽ മെമ്മറിയിൽ ഈ വാക്കുകളൊക്കെ ഇങ്ങനെ കണ്ടപാടെ ഓർത്ത് വെക്കാനായിട്ട് അവർക്ക് പറ്റത്തില്ല. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഇത് റിട്രീവ് ചെയ്യാനും അവർക്ക് പാടായിരിക്കും. പക്ഷെ ഞാൻ ഇപ്പം ഈ പറഞ്ഞ ടെക്നിക്ക് ഉണ്ടല്ലോ, അക്ഷരങ്ങൾ അതിന്റെ ശബ്ദങ്ങൾ കൂടെ കുട്ടികളെ പഠിപ്പിക്കുവാണെങ്കിൽ അത് അവർക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും വായിക്കുവാനായിട്ട്. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇത് ഗുണം ചെയ്യുന്ന ഒരു ടെക്നിക്കും കൂടിയാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ സ്കൂളിൽ പഠിച്ച സമയത്ത് ഏത് മെത്തേഡാണ് ഫോളോ ചെയ്തിരുന്നത്? ഈ ലെറ്റർ സൗണ്ട്സ് പഠിപ്പിച്ചിരുന്നോ, അതോ ഡയറക്റ്റ് ആൽഫബറ്റ്സിന്റെ പേര് പറയുന്നു എന്നിട്ട് നമ്മൾ വാക്കുകൾ പഠിക്കുന്നു? ഏതാണ് പഠിച്ചിരുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോഴും ഇതേ പ്രശ്നമുണ്ട് പല സ്ഥലങ്ങളിലും. ഒരുപാട് സ്ഥലങ്ങളിൽ കറക്റ്റ് ആയിട്ട് ഈ ഫോണിക്സ് ശബ്ദം കൂടെ പഠിപ്പിക്കുന്ന ഫോണിക്സ് മെത്തേഡ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ആദ്യം ഈ ലെറ്റേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു,
അതിന്റെ ശബ്ദം പഠിപ്പിക്കുന്നു. പിന്നെ ലെറ്റേഴ്സ് ബ്ലെൻഡ് ചെയ്തുകൊണ്ട്, ബ്ലെൻഡിങ് എന്നാണ് നമ്മളത് പറയാം, വാക്കുകളായിട്ട് മാറുന്ന ആ ഒരു ടെക്നിക്ക് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഫോണിക്സുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ട് പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും പല സ്ഥലങ്ങളിലും ഇപ്പൊ കിൻഡർ ഗാർഡനിലും പ്രൈമറി ക്ലാസ്സുകളിലും ഒക്കെ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാലും നല്ലൊരു ശതമാനം ഇടങ്ങളിൽ ഇപ്പോഴും ഇത് പഠിപ്പിക്കുന്നില്ല. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ പഠന വൈകല്യമൊക്കെയുള്ള കുഞ്ഞുങ്ങള് പഠിക്കാൻ പോകുന്ന കിൻഡർ ഗാർഡനിലോ അല്ലെങ്കിൽ അവരുടെ പ്രൈമറി ക്ലാസ്സുകളിലോ സ്കൂളുകളിലോ ഇത് പഠിപ്പിക്കുന്നില്ല എങ്കിൽ പിന്നീട് അവർക്കത് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും. കാരണം ഇവർക്ക് വായിക്കാനും എഴുതാനും ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പം ഇത്തരത്തിലുള്ള മെത്തേഡിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വായന വലിയ ബുദ്ധിമുട്ടായിട്ട് അവർക്ക് മാറും. ഞാൻ ആദ്യം പറഞ്ഞ മേലൂടെ ആ ഒരു ഹോൾ വേർഡ് അപ്രോച്ച് എന്നൊക്കെ നമുക്ക് പറയാം. ആ മെത്തേഡിലൂടെ ബാക്കിയുള്ള കുഞ്ഞുങ്ങൾ അത്യാവശ്യം അവർ ഓട്ടോമാറ്റിക് റീഡേഴ്സ് ആണ്, അവരത് വായിക്കാൻ പഠിക്കും. പക്ഷെ നമ്മുടെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ മാനുവൽ റീഡേഴ്സ് ആണ്. അവർക്ക് മനസ്സിൽ അല്ലെങ്കിൽ മെമ്മറിയിൽ ഓർത്ത് വെച്ചിട്ട് പലപ്പോഴും ആ വാക്ക് വായിക്കാൻ പറ്റണം എന്നില്ല. അപ്പൊ നമ്മൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുവാണെങ്കിൽ അവരെ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. എനിക്കറിയാവുന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നത് വരെയും ഒന്നും വായിക്കാൻ പറ്റത്തില്ല. ഒരു ഈസോ, വാസോ, ആമോ അങ്ങനെയുള്ള 2 ലെറ്റർ വേർഡ്സോ 3 ലെറ്റർ വേർഡ്സോ പോലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും 2ാം ക്ലാസ് വരെയും വായിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ കുഞ്ഞ് നഴ്സറി ക്ലാസ്സിൽ പോയിട്ടുണ്ട്. അതായത് LKGയും UKGയും LKGക്ക് മുമ്പുള്ള പ്ലേ ക്ലാസ്സും പിന്നീട് 1ാം ക്ലാസ്സും കഴിഞ്ഞ 2ാം ക്ലാസ്സിലെത്തി. ഇതിനിടയ്ക്ക് 3 സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു സ്ഥലത്തും ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഈ ലെറ്റേഴ്സിന് അസോസിയേറ്റ് ചെയ്യുന്ന സൗണ്ട്സ് ഉണ്ട് എന്നൊരു കാര്യം പഠിപ്പിച്ചിട്ടില്ല. അത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ കുട്ടിക്ക് 2ാം ക്ലാസ്സിലാവുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു 2 ലെറ്റർ 3 ലെറ്റർ വേർഡ്സ് ഒക്കെ വായിക്കാനായിട്ട് പറ്റുമായിരുന്നു. അതിനുശേഷം ഈ കുഞ്ഞ് ഒന്നും വായിക്കാതിരുന്നപ്പോ ആ കുഞ്ഞിനെ ഈ ലെറ്റർ സൗണ്ട്സ് പഠിപ്പിച്ചു. ലെറ്റർ സൗണ്ട്സ് പഠിപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് അത്യാവശ്യം ഒരു 2 ലെറ്റർ വേർഡ് ഒക്കെ കണ്ടാല് വായിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പൊ ഇതിന്റെ മറ്റൊരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഒന്നും വായിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ഒരു കുഞ്ഞിന് നമ്മൾ ഇങ്ങനെ ഒരു ടെക്നിക്ക് പറഞ്ഞു കൊടുത്ത് കുറേശ്ശെ ആ വാക്കുകളൊക്കെ വായിക്കാൻ തുടങ്ങുമ്പോൾ ആ കുഞ്ഞിനൊരു കോൺഫിഡൻസ് വരും. ഓക്കെ, എനിക്കിത് പറ്റും, എനിക്ക് മറ്റുള്ളവരെ പോലെ വായിക്കാൻ പറ്റുന്നു എന്നുള്ളൊരു കോൺഫിഡൻസ് വരും. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അവിടുന്ന് അങ്ങോട്ട് നമുക്ക് പിന്നീട് ബിൽഡ് ചെയ്ത് അവരുടെ പ്രോഗ്രസ് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇനി ഇത് വളരെ ചെറിയ ക്ലാസ്സിലെ ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? കുട്ടികൾ വളരും തോറും അവർക്ക് പഠിക്കാനും വായിക്കാനും ഒക്കെയുള്ള കണ്ടന്റും വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ വാക്കുകളും വലിയ കാര്യങ്ങളും ഒക്കെ പഠിക്കേണ്ട ക്ലാസ്സുകൾ എത്തുമ്പോഴും അവർക്ക് ഈ ബേസിക് ആയിട്ടുള്ള ഈ ഫസ്റ്റ് സ്റ്റെപ്പ് കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ വീണ്ടും സ്ട്രഗിൾ ചെയ്യും. കാരണം അവരെ നമ്മൾ വീണ്ടും ആദ്യം തൊട്ട് ഇതെല്ലാം പഠിപ്പിക്കേണ്ടി വരും. എന്നിട്ട് അവർക്ക് പഠിക്കാനുള്ള ഡെയിലി പഠിക്കാനുള്ള വലിയ കാര്യങ്ങളും പഠിപ്പിക്കേണ്ടി വരും. കാരണം അത്രയും ഒരു ഗ്യാപ്പ് കിടക്കാണ്. അത് ഈ കുഞ്ഞിനൊരു വലിയ ഭാരമായിട്ട് മാറും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ ക്ലാസ്സുകളിൽ, പ്രത്യേകിച്ചും കിൻഡർ ഗാർഡൻസിൽ, 1ാം ക്ലാസ്സിലൊക്കെ എത്തുന്നതിന് മുമ്പേ ഈ ഒരു ലെറ്റർ സൗണ്ട്സ് കൃത്യമായിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചാൽ അതവർക്ക് വലിയ ഒരു ഹെൽപ്പാവും. അതിൽ ഇത് എഴുതി പഠിപ്പിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. കാരണം ഫസ്റ്റ് ബേസിക് റീഡിംഗ് ആണ്, അതിനുശേഷം റൈറ്റിംഗ്. അപ്പോൾ വായിക്കാനായിട്ട് ഏറ്റവും കുഞ്ഞുങ്ങളെ ഹെൽപ്പ് ചെയ്യും. കാരണം കുഞ്ഞു ക്ലാസ്സിലാകുമ്പോൾ നമുക്ക് ഒത്തിരി സമയമുണ്ട്. ഇതൊക്കെ വീണ്ടും ആവർത്തിച്ച് പഠിപ്പിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്ത് അവർ കുറച്ചായിട്ട് ആ കുഞ്ഞ് മനസ്സിൽ ഇതൊക്കെ നമുക്ക് ലോഡ് ചെയ്യിച്ചു വെക്കാനായിട്ട് പറ്റും. അത് ചെയ്തു കഴിഞ്ഞാൽ വലിയ ക്ലാസ്സിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. സോ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് പ്ലീസ് റിമെമ്പർ ദിസ് ഇസ് October International Dyslexia Awareness Month. Thank you for watching. Bye.